ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കുന്ന 3 ഡിസ്കോഴ്സുകളുടെ ഫോർമാറ്റാണ്. ബ്ലർബിൻ്റെയും ബ്ലോഗിൻ്റെയും അതുപോലെ തന്നെ അനൗൺസ്മെൻറ്റിൻ്റെയും. ഓക്കെ, അപ്പോൾ +2കാർക്ക് ഇത് എന്താണ് നമ്മുടെ പബ്ലിക് എക്സാമിന് ഉൾപ്പെടെയുള്ള എല്ലാ എക്സാമുകൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഡിസ്കോഴ്സ് ഭാഗങ്ങളാണ്. നമുക്ക് ഫോർമാറ്റ് വേഗം ഒന്ന് നോക്കാം. നമുക്ക് ബ്ലർബിൻ്റെതാണ് ആദ്യം പറയുന്നത്. ബ്ലർബ് എന്ന് പറയുന്നത് പുറന്താൾ കുറിപ്പാണ് കേട്ടോ. അതായത് നമ്മുടെ ഒരു ബുക്കിൻ്റെ ബാക്ക് സൈഡിൽ ഉണ്ടാവത്തില്ലേ ഒരു എന്താ പറയുക ഒരു കുറിപ്പ് ഉണ്ടാവുമല്ലോ. നിങ്ങൾ ബുക്സ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. സോ അതാണ് പുറന്താൾ കുറിപ്പ് എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത ആ ഒരു ബുക്കിൽ എന്താണോ പറയുന്നത് അതിൻ്റെ എന്താ പറയുക ഫുൾ കണ്ടൻറ്റും വളരെ ചുരുക്കി ഈ ഒരു പുറന്താൾ കുറിപ്പിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതാണ് ഈ ഒരു ബ്ലർബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ആ ഒരു ബുക്ക് മീൻസ് ഒരു ബുക്ക് അതിൻ്റെ എന്താണോ കണ്ടൻറ്റ് അതിലെന്താണോ പറയുന്നത് അതിനെ ഒന്ന് ചുരുക്കി ഒരു സമ്മറിയൊക്കെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു സമ്മറി പോലെ എഴുതുന്നതാണ് ബ്ലർബ് എന്ന് പറയുന്നത്. അതിലെന്താണോ പറഞ്ഞിരിക്കുന്നത് ആ ഒരു കണ്ടൻറ്റ് എന്താണെന്നുള്ളതാണ് ഈ ഒരു ബ്ലർബിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ബേസിക് ഐഡിയയ്ക്ക് വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഫോർമാറ്റ് ഇങ്ങനെയായിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു ലെസൺ എടുത്തിട്ട് തന്നെ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ എനി വിമൺ ആണ് നമ്മുടെ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത്. ചിലപ്പോൾ മാച്ച് ബോക്സ് ചോദിക്കാം, ഹൊറിഗല്ല് ചോദിക്കാം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഇതാണെങ്കിൽ എനി വിമണിനെ ബേസ് ചെയ്തിട്ട് ഒരു ബ്ലർബ് തയ്യാറാക്കൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കാൻ എന്ന് നോക്കാം. നോക്കൂ, ആദ്യമേ തന്നെ ഒരു ഔട്ട്ലൈൻ നമുക്ക് മസ്റ്റാണ്. നന്നായിട്ട് തന്നെ പെൻസിൽ സ്കെയിലൊക്കെ നീറ്റായിട്ട് മീൻസ് എന്താ പറയുക നല്ല രീതിയിൽ ഔട്ട്ലൈൻ നീറ്റായിട്ട് തന്നെ വരയ്ക്കാം. അതിനുശേഷം നമ്മളൊരു ഹെഡിങ് കൊടുക്കണം. വളരെ ക്യാച്ചി ആയിട്ടുള്ള ഹെഡിങ് ആണ് കൊടുക്കേണ്ടത്. സിമ്പിളായിട്ട് കൊടുത്താൽ മതി, എനി വിമൺ ആൻഡ് അതർ പോയംസ്. ഓക്കെ, സോ ഇതിപ്പോൾ എല്ലാവർക്കും നമുക്ക് മീൻസ് ഇപ്പോൾ ഏത് ലെസനെ ബേസ് ചെയ്ത് ചോദിച്ചാൽ ഇപ്പോൾ മാച്ച് ബോക്സ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, മാച്ച് ബോക്സ് ആൻഡ് അതർ ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറയാം. അത് കഥകളാണല്ലോ. ഹൊറിഗല്ലു ആണെങ്കിലോ ഹൊറിഗല്ലു ആൻഡ് അതർ സ്റ്റോറീസ് എന്ന് വേണ്ടി അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഇതാ എനി വിമൺ ആയതുകൊണ്ട് എനി വിമൺ ആൻഡ് അതർ പോയംസ് എന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ബ്ലോക്ക് ലെറ്റേഴ്സിലാണ് കൊടുത്തിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇനി നോക്കൂ, അത് കാരണം പെട്ടെന്നൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് എഴുതിയ ആരാണെന്നുള്ളത് നമ്മൾ എഴുതണം. കാതറിൻ ടിനാനാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത് അല്ലേ. കാതറിൻ ടിനാനെന്ന് നമ്മൾ കൊടുത്തു. പിന്നെ നമ്മൾ ഫസ്റ്റ് ഈ ഒരു സെൻറ്റൻസ് എഴുതി വെക്കുക, എ കളക്ഷൻ ഓഫ് സം ഓഫ് ദ ഈസ്തറ്റിക് പോയംസ് ബൈ കാതറിൻ ടിനാൻ. അപ്പോൾ ഇതുണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിനനുസരിച്ച് എഴുതിയാൽ മതി. ഇപ്പോൾ മാച്ച് ബോക്സ് ആണെങ്കിൽ നമുക്കറിയാം ആശാപൂർണ ദേബിയാണ് ആ ഒരു കഥ എഴുതിയത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എ കളക്ഷൻ ഓഫ് സം ഓഫ് ദ ഈസ്തറ്റിക് സ്റ്റോറീസ് ബൈ ആശാപൂർണ ദേബി. അങ്ങനെ നിങ്ങൾക്ക് മാറ്റി എഴുതാം ക്വസ്റ്റ്യൻ അനുസരിച്ച്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഫസ്റ്റ് ഒരു സെൻറ്റൻസ് കൊടുക്കുക കേട്ടോ, അത് നല്ലതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഔട്ട്ലൈൻ വേണം, പിന്നെ നമ്മൾ ഹെഡിങ് കൊടുക്കണം. എനി വിമൺ ആൻഡ് അതർ പോയംസ് എന്ന് കൊടുത്തു, ബ്ലോക്ക് ലെറ്റേഴ്സിലാണ് കൊടുത്തത്. പിന്നെ അത് എഴുതിയ ആളുടെ പേര് കാതറിൻ ടിനാൻ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എ കളക്ഷൻ ഓഫ് സം ഓഫ് ദ ഈസ്തറ്റിക് പോയംസ് ബൈ കാതറിൻ ടിനാൻ. കാതറിൻ ടിനാൻ എഴുതിയ എന്താ പറയുക വളരെ മനോഹരമായിട്ടുള്ള കുറേ കവിതകളുടെ എന്താ പറയുക ഒരു കളക്ഷനാണ് ഇതിനകത്തുള്ളത് എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടൻറ്റ് ചെയ്ത് കണ്ടൻറ്റ് എവിടെ നിന്നാണ് എഴുതേണ്ടത്, നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച്. ഇപ്പോൾ എനി വിമണിനെ കുറിച്ചായതുകൊണ്ട് നമ്മൾ എനി വിമണിൻ്റെ സമ്മർ എഴുതി വെച്ചാൽ മതി. ഓക്കെ, മീൻസ് എനി വിമണിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ വിമൺ എംപവർമെൻ്റ് ആണല്ലോ, അത് റിലേറ്റ് ചെയ്തിട്ട് കണ്ടൻറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതുക. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള ലെസൺ ആണല്ലോ തരുന്നത്, അപ്പോൾ നമുക്ക് കണ്ടൻറ്റ് എഴുതാൻ ഈസി ആയിട്ട് കഴിയുന്നതാണ്. സോ കണ്ടൻറ്റ് എഴുതുക, അത് മാർക്കിനനുസരിച്ച് എഴുതണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അവസാനം ഇത് കൂടി എഴുതുക. ദാറ്റ് ഈസ് ഒരു ബോക്സ് സെപ്പറേറ്റ് ആയിട്ട് ഇതിനകത്ത് വരയ്ക്കുക. എന്നിട്ട് പബ്ലിഷ്ഡ്, ഈ ബുക്ക് പബ്ലിഷ് ചെയ്ത് എപ്പോഴാണ്, സോ ഓക്സ്ഫോർഡ് ബുക്സ് ആണ്, ലണ്ടൻ. ഓക്കെ, ഇത് വെറുതെ അസ്യൂം ചെയ്ത് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പേരുകൾ മാറ്റിയൊക്കെ കൊടുക്കാം. ഓക്കെ, ഇപ്പം എനി വിമൺ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഓക്സ്ഫോർഡ് ബുക്സ് ലണ്ടൻ എന്ന് കൊടുത്തു. പിന്നെ വർഷം വെറുതെ ഒന്ന് അസ്യൂം ചെയ്ത് 1974. ഇത് ഒറിജിനൽ ആയിരിക്കണമെന്നില്ല, വെറുതെ കൊടുത്തതാണ് കേട്ടോ, ഒറിജിനൽ അല്ല. ഓക്കെ, നമ്മൾ വെറുതെ കൊടുത്തതാണ്. അതുപോലെ നിങ്ങൾക്ക് കൊടുക്കാം, ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. ഇനി പ്രൈസ്, ഇതിന് വില കൊടുക്കണം. അപ്പോൾ ഡോളറിലാണ്. ഇപ്പം ഇതൊക്കെ നമുക്കറിയാമല്ലോ, ഒരു ലോജിക്ക് വെച്ച് ചിന്തിക്കുമ്പോൾ അറിയാമല്ലോ, കാതറിൻ ടിനാനൊക്കെ പുറത്തുള്ളവരല്ലേ. അപ്പോൾ എന്തായാലും റുപ്പീസിൽ നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് പ്രത്യേകിച്ച് ലണ്ടൻ എന്നൊക്കെ നമ്മൾ വച്ചതുകൊണ്ട് സോ ഡോളറിൽ കൊടുത്താൽ മതി, $175. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ബാക്കി ഇതിനകത്ത് ഏതെന്ന സംഭവമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഈ പബ്ലിഷ്ഡും ഈ ഇയറും പ്രൈസും ഒക്കെ അവിടെ വരണം, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. പിന്നെ ഈ ഒരു സംഭവം നമ്മൾ നോട്ടീസിലൊക്കെ ചെയ്യുന്ന പോലെ ഇത് പെൻസിലിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് എഴുതണം, 2 പോയിന്റ്സ് എഴുതണം. നോക്കൂ, ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് നോക്കൂ, എ വിംസിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഈ വിംസിക്കൽ എന്ന് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക വളരെ എൻജോയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വേർഡ് പഠിക്കാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക
എ ഫണ്ടാസ്റ്റിക് എന്താ പറയുക എക്സ്പീരിയൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയുക എ ത്രില്ലിങ് എക്സ്പീരിയൻസ് എന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറയാം. പക്ഷേ ഇതിങ്ങനെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് ഈ വിംസിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലർബിനും ഉറപ്പായിട്ടും ടീച്ചേഴ്സ് അത് ശ്രദ്ധിക്കും ഈ ഒരു വേർഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, എ വിംസിക്കൽ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് പിന്നെ അറിയത്തില്ല പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ആയാലും യൂസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ദെൻ ഇത് നമ്മൾ സിമ്പിൾ ആയിട്ടൊരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, ഡോണ്ട് മിസ് ദ ഓപ്പർച്യൂണിറ്റി ടു റീഡ് ഇറ്റ്. ഓക്കെ, ഇത് വായിക്കേണ്ട അവസരം ആരും തന്നെ നഷ്ടപ്പെടുത്തരുത് എന്നുള്ള രീതിയിൽ ക്യാച്ചി ആയിട്ട് 2 സെൻറ്റൻസുകളും കൊടുത്തു. അപ്പോൾ ഒന്നുകൂടി ഷോർട്ടായിട്ട് പറയുന്നു, ബ്ലർബ് എന്ന് പറയുമ്പോൾ ഒരു ഔട്ട്ലൈൻ വേണം. ദാ മൊത്തത്തിൽ കാണുന്നുണ്ടല്ലോ, മീൻസ് ഒരു ഔട്ട്ലൈൻ വേണം, പിന്നെ ഒരു ഹെഡിങ് നമ്മൾ കൊടുക്കണം. ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ എനി വിമൺ ആണ് ചോദ്യം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, എനി വിമൺ ആൻഡ് അതർ പോയംസ്. മാച്ച് ബോക്സ് ആണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കാം. എഴുതിയ ആളുടെ പേരും അതും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ഏത് ലെസനെ കുറിച്ചാണോ എഴുതാൻ പറയുന്നത് ആ ലെസൺ എഴുതിയ ആളുടെ പേരാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ. പിന്നെ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കോമൺ ആയിട്ട് കൊടുക്കാം, എ കളക്ഷൻ ഓഫ് സം ഓഫ് ദ ഈസ്തറ്റിക് പോയംസ് ബൈ കാതറിൻ ടീനൻ. ഓദറിൻ്റെ പേര് ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറ്റിക്കോളൂ. പിന്നെ കണ്ടന്റ് കൃത്യമായിട്ട് എന്താ പറയുക എഴുതുക. ദെൻ അതിനുശേഷം ഇങ്ങനെ ഒരു ബോക്സ് കൊടുക്കുന്നു, പബ്ലിഷ്ഡ് കൊടുക്കുന്നു, ഇയർ കൊടുക്കുന്നു, പ്രൈസ്. ഓക്കെ, പിന്നെ നമ്മൾ വീണ്ടും ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് എ വിംസിക്കൽ എക്സ്പീരിയൻസ് എന്നും ഡോണ്ട് മിസ് ദ ഓപ്പർച്യൂണിറ്റി ടു റീഡ് ഇറ്റ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്ലർബിൻ്റെ ഒരു ഫോർമാറ്റ്. സോ ഇത് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് ബ്ലർബ്, ആരും സ്കിപ്പ് ചെയ്യരുത്. ഇനി ബ്ലോഗിന് പ്രത്യേകിച്ച് നമുക്ക് വലിയ പണികളൊന്നുമില്ല. നോക്കൂ, ആദ്യമേ തന്നെ ഒരു ഔട്ട്ലൈൻ വേണം. ഇപ്പം നമുക്ക് ഞാനിവിടെ സ്റ്റാമർ എന്ന് പറഞ്ഞ് നിങ്ങളൊരു പോയം പഠിക്കുന്നുണ്ടല്ലോ. സോ ആ ഒരു സ്റ്റാമറിൻ്റെ ആ ഒരു ചാപ്റ്ററിൻ്റെ ബാക്കിലാണ് നമുക്ക് ബ്ലോഗിനെ കുറിച്ച് മീൻസ് ബ്ലോഗിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റാമറിൽ നിന്നും അല്ലെങ്കിൽ വേറെ ഏത് ഇതിൽ നിന്നാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ എക്സാമ്പിളായിട്ട് സ്റ്റാമർ എടുത്തേ ഉള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ഏത് ചോദിച്ചാലും നമ്മളിതാ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. എടാ ബ്ലോഗ് എന്താണെന്ന് അറിയാമല്ലോ അല്ലേ, എന്താണ് നമ്മൾ ഈ ബ്ലോഗൊക്കെ ഈ നെറ്റിൽ വായിക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾ വായിക്കുന്നവരുണ്ടാവുമല്ലോ ചിലപ്പോൾ. മീൻസ് ഒരാൾ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് എഴുതിയിരിക്കുന്നതാണ്, മനസ്സിലായോ? അദ്ദേഹത്തിന് എന്ത് മീൻസ് ഒരു കാര്യം എന്താ പറയുക, ഇപ്പോൾ എന്തെങ്കിലും ഒരു ബുക്ക് വായിച്ചിട്ടുള്ളതാണെങ്കിൽ അതിനെക്കുറിച്ച് ആ എഴുതുന്ന വ്യക്തിയുടെ എക്സ്പീരിയൻസ് ആണ് ബ്ലോഗിലൂടെ ഷെയർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു ബ്ലോഗ് എഴുതുകയാണ്, മീൻസ് അതായത് ഇപ്പോൾ എന്തിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ഇപ്പോൾ യൂട്യൂബിങ് മീൻസ് എന്താ പറയുക നിങ്ങൾ ക്ലാസ് ഇടുന്നുണ്ട്. അപ്പോൾ ഈ യൂട്യൂബിങ്ങിൻ പരിപാടിയെ കുറിച്ചിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് ഞാൻ ബ്ലോഗ് ഇടുക, മനസ്സിലായോ? അപ്പോൾ ആ ബ്ലോഗിൽ ഞാൻ എന്തായിരിക്കും എഴുതുന്നുണ്ടാവുക, വല്ലവൻ്റെ എക്സ്പീരിയൻസ് അല്ല, എനിക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടായി എന്നുള്ളതായിരിക്കും എഴുതുന്നുണ്ടാവുക. അതുപോലെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമുക്ക് എന്താ പറയുക, നമുക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു ചാപ്റ്റർ വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് ബ്ലോഗ് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്കത് നമ്മൾ എഴുതുന്നത് നോക്കൂ, സ്റ്റാമർ എന്ന് പറയുന്ന പോയത്തെ ബേസ് ചെയ്തിട്ടാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാമർ എന്ന ഹെഡിങ് കൊടുക്കാം. ഇപ്പോൾ ഏത് ചാപ്റ്റർ ആയാലും നിങ്ങൾക്ക് ആ ഒരു ഹെഡിങ് കൊടുക്കാം, ഒരു പ്രശ്നമില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡേറ്റ് കൊടുക്കണം. ഇപ്പോൾ ആദ്യം എവിടെ ശ്രദ്ധിക്കേണ്ടത് നോക്കൂ, ആദ്യ മാസത്തിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മെയ് 9, പിന്നെ കോമ കൊടുത്തിട്ടാണ് വർഷം എഴുതിയിരിക്കുന്നത്. തിരിച്ചൊന്നും എഴുതണ്ട, നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഫോർമാറ്റാണ്. ഇതുപോലെ തന്നെ പഠിച്ചു വെക്കൂ, ഇനി വേറെ ഒന്നും ഡൗട്ട് അടിക്കാൻ നിൽക്കണ്ട. നമുക്ക് ആദ്യമേ മാസത്തിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, പിന്നെ ഡേറ്റ് കൊടുത്തു, പിന്നെ നമ്മൾ ഒരു കോമ ഇട്ടിട്ട് നമ്മുടെ വർഷം കൊടുത്തു, പിന്നെ ഒരു സ്ലാഷ് ഒരു ബാർ ഇടുക, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക എഴുതുന്ന ആളുടെ പേര്. ഓക്കെ, ഇപ്പം നമുക്ക് അസ്യൂം ചെയ്ത് ഞാനിപ്പോൾ സിമ്പിളായിട്ട് ജോൺ എന്ന് പറയുന്ന പേരാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള പേര് വേണോ കൊടുക്കാം കേട്ടോ. നിങ്ങളെ പേരൊന്നും എഴുതി വെക്കേണ്ട, ജോൺ എന്നുള്ളൊരു പേര് മീൻസ് ഏത് പേര് വേണോ വേറെ ഏത് പേര് വേണോ എഴുതി വെച്ചോളൂ. ഓക്കെ, ആരെങ്കിലും നമ്മൾ അസ്യൂം ചെയ്ത് എഴുതുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ. ഈ ഒരു ഫോർമാറ്റ് മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾ കണ്ടന്റ് എഴുതി വരിക. കണ്ടന്റ് എവിടെ നിന്ന് എഴുതുക? ഇപ്പോൾ നമുക്ക് സ്റ്റാമറിനെ കുറിച്ചല്ലേ ചോദ്യം ചോദിച്ചത്, അപ്പോൾ സ്റ്റാമറിനെ കുറിച്ച് നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതുപോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി. മാർക്ക് അനുസരിച്ച് എഴുതണം കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്കൊക്കെ കൊടുക്കും, ദിസ് ഇസ് എ മസ്റ്റ് റീഡ് ബുക്ക്, അല്ലെങ്കിൽ അവസാനമൊക്കെ കൊടുക്കാമേ, ഇത് മസ്റ്റായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തള്ളി മറിച്ച് വെക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ലാസ്റ്റ് വേറെ ഒന്നും കൊടുക്കേണ്ട ഒരു ഇതില്ല, ജസ്റ്റ് കണ്ടന്റ് എഴുതി സ്റ്റോപ്പ് ചെയ്യുക. ഔട്ട്ലൈൻ മസ്റ്റാണ്. പിന്നെ ഈ ഒരു ഹെഡിങ് കൊടുക്കണം. പിന്നെ ഡേറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു ബാർ ഇട്ടിട്ട് പേര് കൂടി വയ്ക്കുക, ഇഷ്ടമുള്ള ആളുടെ പേര് നമുക്ക് വയ്ക്കാം. ഓക്കെ, ഇതാണ് ബ്ലോഗ് എന്ന് പറയുന്നത്. ഇനി അനൗൺസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും എന്താണ് അനൗൺസ്മെൻറ്റ്. യെസ്, ഒരു കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അനൗൺസ് ചെയ്യുകയാണല്ലോ. ഇപ്പോൾ ലൈവായിട്ടൊക്കെയാണ് ഇത് കൂടുതൽ നടക്കുന്നുണ്ടാവുക അല്ലേ. യെസ്, അങ്ങനെയാണ് അനൗൺസ്മെൻറ്റിൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് നോക്കൂ, ഇപ്പോൾ അനൗൺസ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ അമിഗോ ബ്രദേഴ്സിൻ്റെ ചാപ്റ്റർ പഠിക്കുന്നില്ലേ. സോ അമിഗോ ബ്രദേഴ്സ് ബേസ് ചെയ്തിട്ട് അവരുടെ ആൻ്റോണിയോ ക്രൂസിൻ്റെയും ഫെലിക്സ് വർഗാസിൻ്റെയും ഫൈറ്റ് നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ ടൈമിൽ പറയുന്ന ഒരു അനൗൺസ്മെൻറ്റ് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അതൊന്നല്ല, വേറെ ലെവലിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് മാറി വരാറുണ്ട്. നോക്കൂ, നമ്മളെ ഫോർമാറ്റ് ഇതാണ്. ആദ്യം തന്നെ അനൗൺസ്മെൻ്റ് എന്ന് കൊടുക്കുക. ആൻസർ എഴുതുമ്പോൾ ഫസ്റ്റ് സെൻറ്റർ പോർഷനിലായിട്ട് അനൗൺസ്മെൻ്റ് എന്ന് കൊടുക്കുന്നു. താഴെയായിട്ട് വേണം നമ്മൾ അടുത്ത ഔട്ട്ലൈൻ കൊടുക്കേണ്ടത്, മനസ്സിലായോ? ഔട്ട്ലൈൻ കൊടുക്കുന്നു. ദെൻ എവിടെ നമ്മൾ നോക്കൂ, ആദ്യം തന്നെ നമ്മളെല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എവിടെ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, നമ്മൾ സ്പീച്ചൊക്കെ തുടങ്ങൂലേ, അതേ ഒരു ഫോർമാറ്റാണ്. ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്, ഗുഡ് മോർണിംഗ്, ദ മോസ്റ്റ് അവൈറ്റഡ് ഡേ ഹാസ് കം. ഇത്
ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അതായത് ഇപ്പോൾ എന്തിനെ കുറിച്ചിട്ടാണെങ്കിൽ നമുക്ക് പറയാം, കാത്തിരുന്നത് ആ നിമിഷം വന്നെത്തി എന്നൊക്കെ ലെവലിൽ നമ്മൾ പറയില്ലേ, അങ്ങനെയൊക്കെയല്ലേ അനൗൺസ്മെൻറ്റ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മളെന്താണ് പെട്ടെന്ന് എല്ലാവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ നമുക്ക് പറ്റുമല്ലോ. ആ രീതിക്കാണ് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താണോ കണ്ടന്റ് അത് എഴുതുക, ലാസ്റ്റ് ഒരു താങ്ക് യു കൂടി കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ അമിഗോ ബ്രദേഴ്സിൻ്റെ ഫൈറ്റിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഫൈറ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കുന്നുണ്ടല്ലോ ലെസണിൽ. സോ അത് കൃത്യമായിട്ട് എഴുതാം, മാർക്ക് അനുസരിച്ച് വേണം എഴുതാനായിട്ട്. ദെൻ ലാസ്റ്റ് എന്ത് ചെയ്യുക, താങ്ക് യു കൂടി കൊടുക്കാം. ഓക്കെ, ഇതാണ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ. ഔട്ട്ലൈൻ നമ്മൾ മസ്റ്റായിട്ടും കൊടുക്കണം കേട്ടോ. പിന്നെ ഈ അനൗൺസ്മെൻറ്റ് താഴെ വെറുതെ ഇങ്ങനെ വരെയൊന്നും ഇടാൻ നിൽക്കണ്ട കേട്ടോ. ജസ്റ്റ് താഴെ ഔട്ട്ലൈൻ വരച്ച് നമ്മൾ എന്താ പറയുക കണ്ടന്റ് എഴുതി പോയാൽ മതി. സ്പീച്ച് തുടങ്ങും പോലെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാനും മറന്നു പോകരുത്. കാരണം അനൗൺസ്മെൻറ്റ് അങ്ങനെയുള്ളൂ. ലാസ്റ്റ് ഈ താങ്ക് യു, ഇത് എന്താ പറയുക, പലരും ചിലപ്പോൾ മറക്കാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് എഴുതി അങ്ങ് ഔട്ട്ലൈൻ ക്ലോസ് ചെയ്ത് വെക്കും. അങ്ങനെയല്ല, താങ്ക് യു നമ്മൾ അവിടെ കൊടുക്കണം കേട്ടോ. ഓക്കെ, ഈ ഫോർമാറ്റിനൊക്കെ സ്പെഷ്യലി മാർക്കുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലാവരും ഫോർമാറ്റ് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്ത് പറയട്ടെ. നമ്മൾ ലെറ്ററിൻ്റെയും ഇമെയിലിൻ്റെയും പിന്നെ ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂമിൻ്റെയും പിന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെയും ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൻ്റെയും ഈ 5 സംഭവങ്ങളുടെ ഫോർമാറ്റ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്കുകളെല്ലാം എന്ത് ചെയ്യാം, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇനി ഏതൊക്കെ മീൻസ് ഏത് ടൈപ്പ് ഓഫ് വീഡിയോസാണ് വേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.